നമ്മുടെ ശരീരത്തിലെ രക്തം മുഴുവൻ ചീത്തയാണെന്ന് സങ്കല്പിച്ചു നോക്കാം. മറ്റൊരാളുടെ ശരീരത്തിൽ നിന്നും രക്തം ലഭിച്ചാൽ മാത്രമേ നമുക്ക് ജീവിതം പോലും സാധ്യമാകൂ എന്നും സങ്കല്പിക്കാം. അങ്ങനെയാണെങ്കിൽ ആ രക്തം എവിടെ നിന്നാണ് വരുന്നത്? മനുഷ്യ രക്തം പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനികൾ വല്ലതും ഉണ്ടോ? മെയ്ഡ് ഇൻ ചൈന എന്ന് ലേബൽ എഴുതി കടകളിൽ വല്ലതും രക്തം വാങ്ങിക്കാൻ കിട്ടുമോ? രക്തദാനം മഹാദാനം നമ്മളൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മളിൽ എത്ര പേര് രക്തം ദാനം ചെയ്തിട്ടുണ്ട്? രക്തദാനം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്താ ഇപ്പോഴും പേടി? രക്തദാനം ആർക്കൊക്കെ ചെയ്യാൻ പറ്റും? രക്തം എങ്ങനെയാണ് ദാനം ചെയ്യപ്പെടുക? രക്തദാനത്തെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് വീഡിയോ മുഴുവൻ കാണുക. എല്ലാവർക്കും നമസ്കാരം. അഞ്ജലിയാണ്. അമേരിക്കൻ അവയിലിന്റെ ബ്ലഡ് ഡൊണേഷനെ പറ്റിയിട്ടുള്ള ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് രക്തം? ഒരു ഹ്യൂമൻ ബോഡിയിൽ ഏകദേശം 5.5 തൊട്ട് 6 ലിറ്റർ വരെയുള്ള ഈ ചുമന്ന ലായനി കൈയെന്ന് എപ്പോഴെങ്കിലും മുറിഞ്ഞിട്ടാണെങ്കിൽ പോലും നമ്മളും കണ്ടിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഓക്സിജൻ പല ഭാഗങ്ങളിലേക്ക് എത്തിക്കാനും, മുറിവുകൾ ഉണക്കാനും, ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യാനും, ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനും, അങ്ങനെ ഒരു ടോട്ടൽ ഹോമിയോസ്റ്റേസിസ് ഉണ്ടാക്കാനും വേണ്ടി അത്യന്താപേക്ഷിതമായ ഒന്നാണ് രക്തം. രക്തത്തിന് പല കമ്പോണൻസ് ഉണ്ട്. 55% പ്ലാസ്മയാണ്, ലായനി. പിന്നെ ഫോംഡ് എലമെന്റ്സ് ഉള്ളത് 45%. അതിൽ വൈറ്റ് ബ്ലഡ് സെൽസ്, റെഡ് ബ്ലഡ് സെൽസ്, പ്ലേറ്റ്ലെറ്റ്സ് അങ്ങനെയുള്ള ഫോംഡ് എലമെന്റ്സ് ആണ് ഉള്ളത്. എവിടെയാണ് രക്തം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? സ്റ്റേർണം, റിബ്സ്, പെൽവിക് ഗ്രിഡിൽ ഇങ്ങനെയുള്ള വലിയ ബോണുകളുടെ ബോൺ മാരോയിൽ നിന്നാണ് രക്തം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ചില ആൾക്കാർക്ക് ആവശ്യത്തിന് രക്തം ഉൽപാദനം നടക്കുന്നില്ല. അനീമിക് ആയിട്ടുള്ള പേഷ്യൻസ്, SLE, ഹീമോഫീലിയ, അല്ലെ ക്യാൻസർ, ബോൺ മാരോ ക്യാൻസർ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അവർക്കൊന്നും ആവശ്യത്തിന് രക്തം അവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്നില്ല. പിന്നെ രക്തം ഉണ്ടായത് നഷ്ടപ്പെട്ടു പോകുന്നവരും ഇല്ലേ? ഒരു കാർ ആക്സിഡന്റ്, അല്ലെങ്കിൽ ഒരു ഓപ്പൺ ഹാർട്ട് സർജറി, AAA റിപ്പയർ, ഒരു സാധാരണ പ്രസവത്തിൽ പോലും ചിലപ്പം അൺഎക്സ്പെക്ടഡ് കോംപ്ലിക്കേഷൻസ് വഴി ഒത്തിരി രക്തം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. നമ്മുടെ ശരീരത്തിലെ RBCയുടെ സ്ട്രക്ചറൽ ഡിഫക്റ്റ് കാരണം സിക്കിൾ സെൽ അനീമിയ എന്ന അസുഖം വന്നേക്കുന്ന ടിറ്റോ എന്ന ഈ പെൺകുട്ടിക്ക് അവളുടെ ശരീരത്തിലെ ബ്ലഡ് മുഴുവൻ എക്സ്ചേഞ്ച് ചെയ്യേണ്ടി വരുന്നുണ്ട് 3-4 ആഴ്ച കൂടുമ്പോൾ. ഇവരൊക്കെ കംപ്ലീറ്റ്ലി ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിൽ റിലേ ചെയ്യാണ് ഫോർ ലൈഫ്. There is no substitute for human blood. ആദ്യം തമാശയ്ക്ക് പറഞ്ഞതുപോലെ കമ്പനിയിൽ മാനുഫാക്ചർ ചെയ്യുവോ ചൈനയിൽ നിന്ന് കടകളിൽ വാങ്ങിക്കാൻ കിട്ടുമോ ഒന്നും ചെയ്യുന്നതല്ല ഹ്യൂമൻ ബ്ലഡ്. The rarest blood type is the one that's not on the shelf when you need it. ഇപ്പൊ പ്രത്യേകിച്ചും കൊറോണയുടെ സമയത്ത് കൺവാലസന്റ് പ്ലാസ്മയെ പറ്റി നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. COVID-19 വന്ന് റിക്കവർ ആയ ഒരാൾക്ക് അയാളുടെ ബ്ലഡിൽ ആ വൈറസിനെതിരെയുള്ള ആന്റിബോഡീസ് ഉണ്ട്. അപ്പൊ അങ്ങനെ കൊറോണ വൈറസിനെതിരെയുള്ള ആന്റിബോഡീസ് റിച്ച് ആയിട്ടുള്ള ആ പ്ലാസ്മ എടുത്ത് ഇപ്പോൾ രോഗാണു വന്ന് രോഗത്തിനോട് പടവരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് റിക്കവറി കുറച്ചുകൂടെ ഈസി ആയിരിക്കും. 2 രീതിയിലാണ് നമുക്ക് പ്ലാസ്മ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ആദ്യം ഒരു ഓട്ടോമേറ്റഡ് പ്രോസസ്സ്. അവിടെ പ്ലാസ്മ മാത്രമേ ബ്ലഡ് ഡൊണേഷന്റെ സമയത്ത് സ്വീകരിക്കുന്നുള്ളൂ. ഇങ്ങനെയുള്ള ഡൊണേഷന് കുറച്ചുകൂടെ സമയമെടുക്കും, ഒരു 30 മിനിറ്റ്. കാരണം നമ്മുടെ ബ്ലഡ് മൊത്തം ശേഖരിച്ച് അതിൽ പ്ലാസ്മ മാത്രം സെപ്പറേറ്റ് ചെയ്ത് അവരെടുത്ത് നമ്മുടെ ബ്ലഡ് നമുക്ക് തിരിച്ചു തരുന്നു. രണ്ടാമത്തെ മെത്തേഡിൽ ഹോൾ ബ്ലഡ് നമുക്ക് ഡൊണേറ്റ് ചെയ്യാം. ആ ഹോൾ ബ്ലഡ് എടുത്ത് അത് ഒരു സെൻട്രിഫ്യൂജ് മെഷീനിൽ വെച്ച് ഒന്ന് കറക്കിയെടുക്കുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം കണ്ട കമ്പോണൻസ് ഓഫ് ദ ബ്ലഡ്, RBCs, WBCs എല്ലാം താഴെയാകും. പ്ലേറ്റ്ലെറ്റ്സും പ്ലാസ്മയും മുകളിൽ കിട്ടും. അത് പിന്നെ ഒരു സ്ക്വീസർ അല്ല ഒരു എക്സ്ട്രാക്ടറിൽ വെച്ച് പ്ലാസ്മ മാത്രം സെപ്പറേറ്റ് ചെയ്തെടുത്ത് അതും പ്ലാസ്മ മാത്രമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. COVID-19 നിന്ന് റിക്കവറി ആയവർക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. മറ്റ് ആർക്കൊക്കെയാണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നത്? 16 വയസ്സിന് മേലോട്ടുള്ള ഒരു 110 പൗണ്ടിൽ കൂടുതലുള്ള ആർക്ക് വേണമെങ്കിലും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. ചുരുക്കി പറഞ്ഞാൽ 37% ഓഫ് ദ പോപ്പുലേഷൻ ഇസ് എലിജിബിൾ ഫോർ ബ്ലഡ് ഡൊണേഷൻ. എപ്പോഴൊക്കെ നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും? ഒരിക്കൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 56 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. അതായത് 2 മാസം കൂടുമ്പോഴും ഒന്ന് നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. എവിടെയാണ് ഇനി ബ്ലഡ് ഡൊണേഷന് പോകാൻ പറ്റുക? ഏതൊരു ആശുപത്രിയുടെയും ബ്ലഡ് ബാങ്കിലോ ലാബിലോ സ്കൂളുകളിലും പള്ളികളിലും ഒക്കെയുള്ള മെഡിക്കൽ ക്യാമ്പുകളിലോ ഒക്കെ നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. ഇവിടെ അമേരിക്കയിൽ ഈ റെഡ് ബിഗ് ബസ് കണ്ടിട്ടില്ലാത്ത ആരും കാണത്തില്ല. മാളുകളുടെ ഫ്രണ്ടില്, പള്ളികളുടെ ഫ്രണ്ടിലൊക്കെ ഒരേ സമയം ഒരുപാട് പേർക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളുള്ള ഒരു മൂവിംഗ് ബ്ലഡ് ഡ്രൈവ് യൂണിറ്റ് ആണ്. ജീവന്റെ വിലയുള്ള ദാനം. പക്ഷെ ഈ ദാനം കൊടുക്കാൻ പോകുമ്പോൾ പൊട്ടൻഷ്യൽ ഡോണേഴ്സിന് എപ്പോഴും കുറെ സംശയങ്ങൾ കാണും. പ്രിക്കോഷൻസ് എന്തൊക്കെയാണ് എടുക്കേണ്ടത്? സേഫ് ആണോ ഇത്? എയ്ഡ്സ് വരുമോ? രക്തം കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് എന്റെ രക്തം മുഴുവൻ തീർന്നു പോകുമോ? ഇതൊക്കെ അനാവശ്യമായ പേടികളാണ്. ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ ശരീരത്തിൽ 5 ലിറ്റർ തൊട്ട് 6 ലിറ്റർ വരെ ബ്ലഡ് ഉണ്ട്. അതിന്റെ ഒരു 10%
500 ml പോലും നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നില്ല. നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്ന ബ്ലഡ് വിത്തിൻ 24 to 48 hours റീപ്ലേസ് ചെയ്യപ്പെടുകയാണ് നമ്മുടെ ശരീരം തന്നെ. RBCs ചിലപ്പോൾ ഒരു 4 weeks എടുക്കുമായിരിക്കും കംപ്ലീറ്റ്ലി റീപ്ലേസ്ഡ് ആകാനായിട്ട്. എന്നാൽ പോലും അങ്ങനെ ബ്ലഡ് മൊത്തം തീർന്നു പോകത്തൊന്നുമില്ല. പിന്നെ വളരെ സ്റ്റെറൈൽ ആയിട്ടുള്ള പ്രിക്കോഷണറി മെഷേഴ്സ് എല്ലാം എടുത്തുകൊണ്ടാണ് ബ്ലഡ് ഡൊണേഷൻ സ്വീകരിക്കുന്നതും ട്രാൻസ്ഫ്യൂഷൻ നടത്തുന്നതും. അതുകൊണ്ട് എയ്ഡ്സ്, ഹെപ്പറ്റൈറ്റിസ് സി അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾ വരുമെന്നുള്ള പേടിയും വേണ്ട. പിന്നെ ബ്ലഡ് ഡൊണേഷന്റെ ബെനിഫിറ്റ്സ് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു സ്ഥിരം ഡോണറായി മാറും. ഇറ്റ്സ് നോട്ട് ഓൺലി ആൻ ആൾട്രൂയിസ്റ്റിക് ആക്ട് ഓഫ് ചാരിറ്റി, ഇറ്റ് ഓൾസോ ഹാസ് എ ലോട്ട് ഓഫ് ബെനിഫിറ്റ്സ്. നമ്മൾ മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കുന്നതിനോടൊപ്പം നമ്മുടെ ശരീരത്തിലെ അയൺ സ്റ്റോറേജ് കുറച്ചുകൊണ്ട്, ഫ്രീ റാഡിക്കൽ റിലീസ് കുറച്ചുകൊണ്ട് ക്യാൻസറിന്റെ റിസ്ക് കുറയ്ക്കുകയാണ് എന്ന് ഞാൻ പറഞ്ഞാൽ അതൊരു വലിയ ബെനിഫിറ്റ് അല്ലേ? നഷ്ടപ്പെട്ട ബ്ലഡ് റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ബോഡി എനർജി എടുക്കുന്നത് കൊണ്ട് ഒരു 650 കാലറീസ് എങ്കിലും നമ്മൾ ബേൺ ചെയ്യും. ഹാർട്ട് ഹെൽത്തി ആകുന്നു, അയൺ സപ്ലൈസ് കുറയുന്നു, ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഇംപ്രൂവ് ചെയ്യുന്നു, പാർക്കിൻസോൺസിന്റെ റിസ്ക് കുറയ്ക്കുന്നു. ചുരുക്കി പറഞ്ഞ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നത് വഴി നമ്മൾ നമ്മുടെ ലൈഫാണ് ലെങ്തൻ ചെയ്യുന്നത്. ഇതിനോടൊക്കെ ഒപ്പം ബ്ലഡ് ഡൊണേഷന് പോകുമ്പോൾ അവിടെ എന്താണ് നടക്കുന്നത് എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭയം പകുതിയിൽ കൂടുതൽ കുറയും. നമുക്ക് പോകാം. എങ്ങനെയാണ് പോകേണ്ടത്? ഒരു ID കയ്യിൽ കരുതാൻ മറക്കരുത്. ID അവർ ചോദിക്കും. പിന്നെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഉടുപ്പുകൾ ഇടുക. ആന്റി ക്യൂബിറ്റൽ വെയിനിൽ നിന്നാണ് യൂഷ്വലി ബ്ലഡ് എടുക്കുന്നത്. അപ്പൊ ലോങ് സ്ലീവ്സ് ഒക്കെ ഇട്ടുകൊണ്ട് പോകാൻ ശ്രദ്ധിക്കുക. വെൽ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക, ധാരാളം വെള്ളം കുടിക്കുക, സാധിക്കുന്നവരെ അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. ഇതിനൊക്കെ ഒപ്പം വായിക്കാൻ ഒരു ബുക്കോ മ്യൂസിക്കോ ടാബ്ലറ്റോ ഒക്കെ കയ്യിൽ കരുതിയാൽ ആ 10-20 മിനിറ്റ് യാതൊരു വിധത്തിലുള്ള മുഷിപ്പും നിങ്ങൾക്ക് തോന്നുകയില്ല. വാക്കിൻസ് അപ്രീഷിയേറ്റഡ് ആണെങ്കിലും ഈ കോവിഡിന്റെ സമയത്ത് ഒരു അപ്പോയിന്റ്മെന്റ് എടുത്ത് പോകുന്നതായിരിക്കും നല്ലത്. എവിടെയാണ് നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പോകുന്നതെങ്കിലും ആദ്യം അവർ നമ്മുടെ ടെമ്പറേച്ചർ, ബ്ലഡ് പ്രഷർ, ഹാർട്ട് റേറ്റ് ഒക്കെ നോക്കും. നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകി നമ്മളെ വളരെ കംഫർട്ടബിൾ ആക്കി ഇരുത്തി നമ്മുടെ കൺസെന്റ് സ്വീകരിക്കുന്നതിനോടൊപ്പം നമ്മളെ പറ്റിയിട്ടുള്ള വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയ ശേഷം മാത്രമേ നമ്മുടെ ബ്ലഡ് അവർ സ്വീകരിക്കുകയുള്ളൂ. നമ്മൾ വളരെ സേഫ് ആയിട്ടുള്ളൊരു ഡോണർ ആണെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം. ജ്യൂസോ വെള്ളമോ സ്നാക്സോ ഒക്കെ പ്രൊവൈഡ് ചെയ്ത് കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്ന നമ്മുടെ ആൻറ്റി ക്യൂബിറ്റൽ ഫോസയിലെ വെയിനാണ് എക്സ്പോസ് ചെയ്യുന്നതും ക്ലീൻ ചെയ്യുന്നതും ആക്സസ് ചെയ്യുന്നതും. ഒരു സൂചിക്കുത്ത്. സൂചി വലുതാണ്, ചെറുതായിട്ട് വേദന എടുക്കും. പക്ഷെ ദിസ് പെയിൻ ഇസ് എ പ്രൈസ് ദാറ്റ് വി പേ ഫോർ സേവിങ് സംബഡീസ് ലൈഫ്. മരണവുമായി മല്ലടിക്കുന്ന കുറച്ചു പേർക്കെങ്കിലും സഹായത്തിനായി ഒരു സൂചിക്കുത്ത് നമുക്ക് സ്വീകരിച്ചുകൂടെ? ആദ്യം അവർ കുറേ ടെസ്റ്റ് ട്യൂബിൽ ബ്ലഡ് എടുക്കും. നമ്മുടെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ സേഫ് ആണെന്ന് വീണ്ടും വീണ്ടും ഉറപ്പ് വരുത്തുന്നതോടൊപ്പം തന്നെ നമ്മുടെ ബ്ലഡിലെ അയൺ കണ്ടന്റ്, ഹീമോഗ്ലോബിൻ, കൊളസ്ട്രോൾ, കോവിഡ് ആന്റിജൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് അറിയാനുള്ള ഒരു അവസരം കൂടിയാണിത്. അമേരിക്കയിൽ 2 സെക്കൻഡിൽ ഒരാൾക്ക് ബ്ലഡ് ഡൊണേഷന്റെ ആവശ്യമുണ്ട്. 36,000 യൂണിറ്റ്സ് ഓഫ് ബ്ലഡ് ആണ് പെർ ഡേ ആവശ്യം. നമ്മുടെ ഒരു രക്തദാനം കുറഞ്ഞത് 3 പേരെയെങ്കിലും സഹായിക്കും. നമ്മുടെ RBCs മാത്രം എടുത്ത് സിക്കിൾ സെൽ അനീമിയ, ഹീമോഫീലിയ ഉള്ളവർക്ക് കൊടുക്കാം. പ്രിമച്ചുർ ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ, ക്യാൻസർ പേഷ്യൻസ്, പ്രഗ്നൻസി കോംപ്ലിക്കേഷൻസ് ഉള്ളവർക്ക് പ്ലേറ്റ്ലെറ്റ്സ് കൊടുക്കാം. സപ്പോർട്ടീവ് കെയർ വേണ്ട CV സർജറി, ട്രാൻസ്പ്ലാന്റ് കേസസ്, മാസീവ് ട്രോമാസ് അങ്ങനെയുള്ളവർക്കെല്ലാം ഹോൾ ബ്ലഡ് കൊടുക്കാം. നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്ന ബ്ലഡിന് എന്താണ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് ബ്ലഡ് എടുക്കുന്നതെങ്കിലും അതെല്ലാം വാലിഡേറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് ഒരു സ്പെഷ്യൽ റെഫ്രിജറേറ്ററിൽ ടെസ്റ്റ് റിസൾട്ടുകൾ വരുന്നതുവരെ അവർ സൂക്ഷിച്ചു വെക്കുന്നു. ആദ്യം ഡൊണേഷന് ടെസ്റ്റ് ട്യൂബിൽ കുറേ സാമ്പിൾ എടുത്തില്ലേ, അതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് പാക്ക് ചെയ്ത് ടെസ്റ്റിംഗ് ഫെസിലിറ്റിയിൽ കൊണ്ടുചെന്ന് വളരെയധികം ടെസ്റ്റുകൾ നടത്തി ഡോണറിൻ്റെ ബ്ലഡ് യാതൊരു വിധത്തിലുള്ള കുഴപ്പങ്ങളും കുറവുകളും ഇല്ല, സേഫ് ആണെന്ന് ഉറപ്പുവരുത്തുന്നു. മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ടെസ്റ്റുകൾക്ക് ശേഷം ബയോളജിക്കൽ സ്ലാബിൽ അതറിയിച്ച് സൂക്ഷിച്ചു വെച്ച ഡൊണേറ്റഡ് ബ്ലഡോ പ്ലാസ്മയോ എടുത്ത് ലേബിൾ ചെയ്ത് പാക്ക് ചെയ്ത് കൊറിയറിന്റെ കൈവശം എത്രയും പെട്ടെന്ന് ആവശ്യക്കാരുടെ അടുത്തേക്ക് എത്തിക്കുന്നു. സമൂഹ നന്മയ്ക്കായി ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് നമ്മൾക്ക് എന്ത് സംഭവിക്കുന്നു? നീഡിൽ കുത്തിയെടുത്ത് ഒരു കൊച്ചു ബാൻഡേഡ് ഒട്ടിച്ച് നമുക്ക് വീട്ടിൽ പോകാം. അവിടെ ഒരു ചെറിയ ചുമപ്പോ തടുപ്പോ ഒക്കെ സാധാരണമാണ്. തലകറക്കം തോന്നുന്നുണ്ടെങ്കിൽ ധാരാളം വെള്ളം കുടിക്കുക, റെസ്റ്റ് എടുക്കുക, ജിമ്മിൽ പോവുക, ഭാരപ്പെട്ട പണികൾ ചെയ്യുക എന്നുള്ളതൊക്കെ ഒഴിച്ചാൽ സാധാരണ എന്ത് ആക്ടിവിറ്റീസും നമുക്ക് റെസ്യൂം ചെയ്യാം. ഇപ്പൊ നമ്മൾ വി ആർ ഇൻ എ ക്രൈസിസ്. ബ്ലഡിന് നീഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കൊറോണയുടെ സമയമായതുകൊണ്ട് ബ്ലഡ് ഡ്രൈവുകൾ നടത്താനും മെഡിക്കൽ ക്യാമ്പുകൾ നടത്താനും ഒന്നും സാധിക്കുന്നില്ല. മാത്രവുമല്ല, പ്രായമുള്ള റെഗുലർ ഡോണേഴ്സ് ആർ ഗെറ്റിംഗ് ഓൾഡർ ആൻഡ് ഫോളിംഗ് ഔട്ട് ഓഫ് ദ പൂൾ. അപ്പൊ യങ്ങർ ഹെൽത്തി ഡോണേഴ്സ് സ്റ്റെപ്പ് അപ്പ് ചെയ്തില്ലെങ്കിൽ ബ്ലഡ് സപ്ലൈ വിൽ ബി വെരി ഷോർട്ട് ആൻഡ് വിൽ ബി ഇൻ എ വെരി ബിഗ് ക്രൈസിസ്. പണ്ടൊക്കെ ഒരു ഫ്രൂട്ടി കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പോയിക്കൊണ്ടിരുന്നത്. വോളണ്ടറി ആയിട്ടാണ് ബ്ലഡ് ഡൊണേഷൻ എങ്കിലും അവർ ചെറിയ മെമന്റോസ് എന്തെങ്കിലും തരും, ഒരു സോക്സോ ബ്ലാങ്കറ്റോ എന്തെങ്കിലും. അയർലൻഡിലൊക്കെ ഒരു പെയ്ഡ് ഡേ ഓഫ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ എന്ത് കിട്ടിയെന്ന് പറഞ്ഞാലും
ഊരും പേരും നാളും ഒന്നും അറിയാത്ത ചിലർക്ക്, അവർക്ക് നമുക്ക് തിരിച്ചു തരാൻ പറ്റാത്ത ജീവന്റെ വിലയുള്ള ഒരു ദാനം നൽകി എന്ന് അറിയുന്ന ഒരു മനസ്സുഖം, അത് തരുന്ന സന്തോഷം അതിനേക്കാളും വലിയൊരു സമ്മാനമില്ല. നിങ്ങളുടെ ബ്ലഡ് ടൈപ്പ് റെയർ ആണെങ്കിൽ the difference you make is even bigger. Blood donation is the safest way to reach out and touch somebody's life. ആദ്യം പറഞ്ഞതുപോലെ there is no substitute for human blood. അവസാനം വരെ വീഡിയോ കണ്ട എല്ലാവർക്കും thank you so much. I hope I have been able to inspire you enough to become a blood donor. ഇനിയൊരു വീഡിയോയുമായി വരുന്നത് വരെ bye bye.